ഞാനിനി പറയാൻ പോകുന്ന വാർത്ത നിങ്ങൾ ഒരു പത്രത്തിലും ഒരു ചാനലിലും ഇപ്പോൾ തൽക്കാലം കാണാൻ പോകുന്നില്ല, ഇനി കാണും. അങ്ങനെ തന്നെയാണ്. കൊട്ടാരക്കരയിൽ രശ്മി BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു. ഒരു പത്രവും അന്ന് വാർത്ത കൊടുത്തിരുന്നില്ല, ഒരു ചാനലും കൊടുത്തിരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയായെന്ന് നിങ്ങൾക്ക് ബോധ്യമായാലും എന്നെ വിശ്വസിക്കാം. അടുത്ത ഒരു വാർത്ത ഇതാ വരുന്നത്. കേരളം പിടിച്ച് അടക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. പുതിയ ദേശീയ പ്രസിഡന്റായിട്ടുള്ള നിതിൻ നബിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള അണിയറ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ. അതിൻ്റെ വാർ റൂം, അതെ, ഈ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയോഗിക്കാൻ വേണ്ടി അതിശക്തരായിട്ടുള്ള പടനായകന്മാരുടെ ഒരു നിരയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നിതിൻ നബിയുടെ. വരാൻ പോകുന്ന ആരൊക്കെയെന്നുള്ള പേരുകൾ കേട്ടാൽ നിങ്ങൾക്കിതിൽ പലതും സുപരിചിതമായിരിക്കും. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി എഴുതിയ അണ്ണാമലൈ തമിഴ്നാടിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ തന്നെ DMK കുടുംബം കിടുങ്ങി. എന്തുകൊണ്ട് കിടുങ്ങി? ആ കുടുംബം കാണിച്ചിട്ടുള്ള, കരുണാനിധിയുടെ കാലം മുതൽ കാണിച്ചിട്ടുള്ള അഴിമതികൾ ഓരോന്നായിട്ട് അക്കമിട്ട് നിരത്തി അക്കൗണ്ടും കാണിച്ചു കൊടുത്തു. ഇന്ന് വരെ അതിനൊരു മറുപടി പറയാൻ കരുണാനിധി കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. സനാതനധർമ്മം നശിപ്പിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ അണ്ണാമലൈ പറഞ്ഞതിൻ്റെ ഒരു രോഷമാകാം, ഈ നാശം പിടിച്ച സനാതനധർമ്മമാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള കുൽസിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ നിയമസഭയിലോ അതിനു പുറത്തോ അഴിമതി ആരോപണങ്ങൾക്കെതിരെ ഒരു മറുപടി പറയാൻ MK സ്റ്റാലിൻ എന്ന് പറയുന്ന പടക്കുതിരയ്ക്ക്, അസ്റ്റാലിയോണിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ മിണ്ടിയിട്ടില്ല, മിണ്ടാട്ടമില്ല. അതുപോലെ തന്നെ അണ്ണാമലൈ ഇപ്പോൾ 14 ചോദ്യങ്ങൾ അണ്ണാമലൈ DMK നേതാവ് MK സ്റ്റാലിനോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ എന്നൊരക്ഷരം പറയാൻ കരുത്തനായിട്ടുള്ള സ്റ്റാലിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹത്തെ സ്റ്റാലിൻ കരുത്തൻ, ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് ശ്ലാഘിച്ച് ചിലരൊക്കെ ഇവിടെ അഭിരമിക്കുന്നത്. അതെന്തുമായിക്കോട്ടെ, ഇപ്പം ഈ വരാൻ പോകുന്നതിൽ കേരളത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ട്, രാം മാധവ്. നമുക്കറിയാം ഈ രാം മാധവ് ആരാണെന്ന്. കാശ്മീരിലെ ആ ഭീകരവാദം, പണ്ഡിറ്റുകളുടെ തിരോധാനം ഒക്കെ ഇല്ലാതാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണത്. ഭാരത് ജോഡോ യാത്ര നടത്തി കള്ളങ്ങൾ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി ചെയ്തതിനേക്കാൾ എത്രയോ വലിയ സേവനമാണ് ജമ്മു കാശ്മീരിന് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര മാനങ്ങളുള്ള ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഈ രാം മാധവ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വ്യക്തിത്വമാണ്. ഇടക്കാലത്ത് അദ്ദേഹം BJPയിൽ നിന്നൊന്നും ഈ പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ നിതിൻ നബിൻ അദ്ദേഹത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അദ്ദേഹം BJPയുടെ നേതൃനിരയിൽ, ദേശീയ നേതൃനിരയിൽ കുറേ സംസ്ഥാനങ്ങളുടെ ചുമതലയുമായിട്ട് ഇപ്പോൾ വരാൻ പോവുകയാണ്. അഴിച്ചുപടി വളരെ ആസന്നമായിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ, ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞോ അതിൻ്റെ പ്രഖ്യാപനം വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ പടക്കുതിരകൾ ശക്തമായിട്ട് രംഗത്ത് വരും. മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്ന പേര് സാം പിത്രോദയാണ്. അതിശക്തനായിട്ടുള്ള BJPയുടെ വക്താവ്, ദേശീയ വക്താവ്. കൃത്യമായിട്ട് സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കള്ളങ്ങളെ പൊളിക്കുന്ന നേതാക്കളിൽ ഒരാൾ മാത്രം. മറ്റ് പല നേതാക്കളുമുണ്ട്, സഞ്ജു വർമ്മ, അങ്ങനെയൊക്കെ എണ്ണം പറഞ്ഞ പോലെ പറഞ്ഞ് ഒരു കണക്ക് പുസ്തകത്തിലും നോക്കാതെ കൃത്യമായിട്ട് കാണാതെ പഠിച്ചു തന്നെ പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ കള്ളങ്ങൾ പൊളിക്കുന്നതിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ദേശീയ വക്താവാണ് സഞ്ജു വർമ്മ. അതേപോലുള്ള ആൾക്കാർക്ക് തുല്യമായിട്ടുള്ള ആളാണ് സാം പിത്രോദ. അദ്ദേഹം വീണ്ടും വരികയാണ് BJP നേതൃനിരയിലേക്ക്. ഈ പ്രാവശ്യം വക്താവായിട്ടോ സ്ഥാനാർത്ഥിയായിട്ടോ അല്ല, നേതൃനിരയിലേക്ക് തന്നെ വരികയാണ്. അതുപോലെ തന്നെ ഇവരെ എല്ലാം കൂടാതെ വേറെ ചില ആൾക്കാർ ഈ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് ഒരു ഊഹത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പേരിപ്പോൾ അവർ മാറ്റിയിട്ട് ഭാരതീയ ജുബിലൻറ്റ് പാർട്ടി എന്നാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അവർ മത്സരിക്കുന്നു അവിടെ മുഴുവൻ ജയിക്കുക. എല്ലാവരും സംശയിച്ചു നിന്നു, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ അവിടെ. മുംബൈ മഹാനഗർ കോർപ്പറേഷൻ, BJPയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷനായിട്ടുള്ള മുംബൈ മഹാനിഗം കോർപ്പറേഷൻ എന്ന് പറയുന്ന 8 ജില്ലകൾ ചേർന്ന കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അവരൊരു വനിതയെ തന്നെ മേയറാക്കിക്കൊണ്ട്
അത്ഭുതകരമായ ഒരു വിളംബരം ചെയ്തു. ഞങ്ങൾ ഇന്ത്യയിലെ മഹാനഗരങ്ങളുടെ കോർപ്പറേഷനുകൾ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ചണ്ഡീഗഡ്, അങ്ങനെ വളരെ പ്രധാന, അത് കഴിഞ്ഞ് അതിനും മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കയ്യിൽ ഒതുക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ നഗരങ്ങളുടെ എല്ലാം നിയന്ത്രണം അവർ കയ്യിലേറ്റിരിക്കുകയാണ്. നരകങ്ങളായിരുന്ന ഈ കോർപ്പറേഷനുകളെ അവർ മഹാനഗരങ്ങൾ തന്നെയാക്കി സ്മാർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇനി കാണാൻ പോവുകയാണ്. നേരത്തെ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ നടന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുംബൈയിലും മാറ്റങ്ങളുണ്ടായി. അടൽ സേതു എന്ന് പറയുന്ന പദ്ധതി, മെറൈൻ ലൈൻസ്, അതുപോലെ തന്നെ പുതിയൊരു വിമാനത്താവളം കൂടി സാന്താക്രൂസ് എന്ന് പറയുന്ന അതിദൂരത്തിലുള്ള കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരം സഞ്ചരിച്ചു വരേണ്ടതായിട്ടുള്ള നഗരക്കുടുക്കുകളിൽ കൂടി പോകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു വിമാനത്താവളത്തിന് പകരം ഇപ്പോൾ പൻവേലിനടുത്തായിട്ട് പുതിയ ഒരു വിമാനത്താവളം കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നവി മുംബൈയിലാണ്, നവി മുംബൈ എന്ന സ്ഥലത്താണ്. അവിടെ തന്നെയാണ് കേരള ഹൗസ് ഒരെണ്ണം ഉള്ളത്. ഡൽഹിയിൽ മാത്രമല്ല, ഇവിടെ ഒരു കേരള ഹൗസ് ഉണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം മലയാളികൾക്കും വളരെ പ്രയോജനപ്പെടുന്നതാണ്. അവിടെ താമസിക്കുന്ന മലയാളികളും ഇപ്പോൾ വളരെ നല്ല ഭാഷയിലാണ് മുംബൈയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പം മഹാനഗരങ്ങളുടെ നിർമ്മിതിയും പരിപാലനവും അവരുടെ ഒരു ലക്ഷ്യമാക്കിയിരിക്കുന്നു. ഇവിടെ നടക്കുന്ന വെസ്റ്റ് ബംഗാൾ, അസം, കേരള തെരഞ്ഞെടുപ്പിൽ ഈ നേതൃമാറ്റം പ്രതിഫലിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ ഒരു ഊർജം, ഇവർ നൽകുന്ന ഒരു ആവേശം, അതുപോലെ തന്നെ ഇവരുടെ ചില അടവുകൾ, അത് വളരെ സുപ്രധാനപ്പെട്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലിപ്പോൾ ക്രിസ്ത്യൻ ഒരു വിഭാഗത്തെ എങ്കിലും അവർ കയ്യിലെടുത്തിട്ടുണ്ട്. അവരുടെ ഒരു പിന്തുണ അവർ സമാർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്നത് ഈ ദേശീയ നേതൃത്വം എടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പക്ഷം സമസ്ത കേരള ജംഅത്തെ ഉലാമിയുടെ പിന്തുണ BJP ഉറപ്പാക്കും. ഒരു സംശയവും വേണ്ട, അത് അവരുടെ പിന്തുണ, അവരുടെ മനസ്സാവുള്ള പിന്തുണ, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം നിർമ്മിക്കാൻ തന്നെ പോവുകയാണ് BJP കേരളത്തിൽ. അവർ ഈ 1-2 സീറ്റുകളൊക്കെ കിട്ടുമെന്ന് നമ്മൾ പറയുന്ന 5-6 സീറ്റുകളിലോ 10 ഡബിൾ ഡിജിറ്റായിട്ടുള്ള 10 ഒതുങ്ങുന്നില്ല. അതിനപ്പുറമുള്ള വ്യാമോഹമാണ് BJPക്കുള്ളത്. കേരളം ആര് ഭരിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ശക്തിയുള്ള ഒരു പൊസിഷനിലേക്ക് സ്വയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് BJP. അത്തരത്തിലാണ് മാറ്റം. വളരെ പ്രൊസിഷനോട് നിതിൻ നബിൻ വന്ന ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഫോക്കസ്ഡായിട്ട് ChatGPT പ്രഡിക്റ്റ് ചെയ്യുന്നു. കാര്യം കൂടി പറയാം. കേരളത്തിൽ 10-15 സീറ്റുകൾ കിട്ടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ChatGPT പ്രവചിക്കുന്നത്. പക്ഷേ അത് 30ലേക്ക് മാറ്റുക എന്നുള്ള വലിയൊരു ദൗത്യവുമായിട്ടാണ് നിതിൻ നബിൻ ഈ പുതിയ ശാക്തേയ നേതൃത്വത്തെ കേരളത്തിലേക്ക് അയക്കുന്നത്. അവരുടെ കരങ്ങൾ കേരളത്തിൻ്റെ BJP നേതൃത്വത്തിന് ശക്തി പകരുമെന്നൊരു സംശയമില്ല. അത്ഭുതങ്ങൾ വരാനിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.